നമസ്കാരം, ലീഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ്, ടെലിഗ്രാം, വാട്സപ്പ്, പേരുകൾ നിരവധിയാണ്. നവമാധ്യമങ്ങൾ നമ്മുടെ സാമൂഹിക പരിസരത്തിൽ ചെലുത്തുന്ന സ്വാധീനം എത്രത്തോളമുണ്ട്? ഈ വിഷയമാണ് ലീഡ് സ്റ്റോറി ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം പ്രമുഖ ബ്ലോഗർ ഡോക്ടർ അഫ്സാർ മുഹമ്മദ് കോഴിക്കോട് സ്റ്റുഡിയോയിലുണ്ട്. സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യമായ ശ്രീ ജിക്കു വർഗീസ്, പ്രമുഖ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ സന്തീഷ് എന്നിവർ ടെലിഫോൺ ലൈനിലും ചേരുന്നു. ആദ്യം ഡോക്ടർ അഫ്സാർ മുഹമ്മദ്, കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിനോട് ചേർത്തി വെച്ച് വായിക്കാവുന്ന 2 വാർത്തകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. 2 മരണങ്ങൾ. ഫേസ്ബുക്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഷൂട്ട് ചെയ്യുന്നതിനിടയിലായിരുന്നു ഈ 2 മരണങ്ങളും സംഭവിച്ചത്. എന്താണ് ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മുടെ സാമൂഹിക പരിസരത്തിൽ സൃഷ്ടിക്കുന്ന പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ സ്വാധീനം? മാനം വിറ്റും ലൈക്ക് നേടിയാൽ ആ ലൈക്കുകൾ മാനക്കേടിനെ മാറ്റിടും എന്നൊരു രീതിയിലേക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്ന ഒരു പഴഞ്ചൊല്ലിനോട് സാമ്യപ്പെടുത്തി പറയുന്ന ഒരു വാക്കാണ്. അതുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്കിൽ എന്തിനാണ് ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കേണ്ടത് എന്ന് പലർക്കും അറിയുന്നില്ല. പലരും അത് മനസ്സിലാക്കുന്നില്ല. വെറും ലൈക്കുകൾക്കും കമൻറ്റുകൾക്കും നേടാൻ വേണ്ടി മാത്രമുള്ള ഒരു ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് ഒരു പ്രശസ്തി നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാധ്യമം മാത്രമായി ഫേസ്ബുക്കിനെ പോലുള്ള സോഷ്യൽ മീഡിയ. ഡോക്ടർ അഫ്സാർ മുഹമ്മദ്, നമ്മുടെ യുവതലമുറ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് കണക്കുകൾ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. 13 വയസ്സിൽ താഴെയുള്ളവർ വളരെ കൂടുതലാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരുടെ ശതമാന കണക്കിൽ വെച്ച് നോക്കുമ്പോൾ. ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ്. മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ മുതിർന്നവരുടെയോ സമ്മതമില്ലാതെയോ അറിവില്ലാതെയോ ഒക്കെ ഫേസ്ബുക്കിൽ അക്കൗണ്ട് തുറക്കുന്ന കൊച്ചു കുട്ടികൾ. എങ്ങോട്ടാണ് ഈ പുതിയ തലമുറ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു മനസ്സുകൾ പോകുന്നത്? ഇത് വലിയൊരു സാമൂഹിക ദുരന്തത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ എത്തിക്കുമെന്ന് ഭയപ്പെടേണ്ടതല്ലേ? തീർച്ചയായും ഇത് പോകുന്നത് ഒരു സാമൂഹിക ദുരന്തത്തിലേക്ക് തന്നെയാണ്. ഇന്നത്തെ പല രക്ഷിതാക്കളും തങ്ങളുടെ കുട്ടികൾക്ക് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. പക്ഷെ അതിൻ്റെ ഒരു ദുരന്തം എന്താണ് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല. ഇത്തരം മേഖലകളിൽ ഒരു പ്രാവീണ്യവും ഇല്ലാത്തവരാണ് തങ്ങളുടെ കുട്ടികളെ ഈ മേഖലകളിലേക്ക് അഴിച്ചുവിടുന്നതും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു. അതുതന്നെയാണ് ഇതിൻ്റെ വലിയൊരു ദുരന്തം. തിരിച്ചു വരാം താങ്കളിലേക്ക്. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ സജീവ സാന്നിധ്യമായ ശ്രീ ജിക്കു വർഗീസ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ. ശ്രീ ജിക്കു വർഗീസ്, നാം സോഷ്യൽ മീഡിയകളുടെ സാമൂഹിക സ്വാധീനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം വന്ന 2 മരണങ്ങളുടെ വാർത്ത ഫേസ്ബുക്കിനോട് ചേർത്തി വെച്ച് വായിക്കാവുന്നതാണ്. ഫേസ്ബുക്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോ എടുക്കുന്നതിനിടയിൽ സംഭവിച്ച 2 മരണങ്ങൾ. ഒന്ന് തൂങ്ങി മരണം അഭിനയിക്കുമ്പോഴും മറ്റൊന്ന് ഒരു റെയിൽവേ ട്രാക്കിൽ വെച്ചും. താങ്കളും ഈ വാർത്ത ശ്രദ്ധിച്ചു കാണും. എങ്ങോട്ടാണ് നമ്മുടെ ഈ യുവ സമൂഹം അല്ലെങ്കിൽ പുതിയ തലമുറ ഫേസ്ബുക്കിലൂടെ സഞ്ചരിക്കുന്നത്? ഇതിൽ സോഷ്യൽ മീഡിയയുടെ ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത് അതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. അത് സമ്മതിക്കുന്നു. 2 ഉപയോഗത്തിനും അത് ഉപയോഗിക്കാൻ സാധ്യമാണ്. പക്ഷേ അടുത്തയിടെയായിട്ട് ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് സോഷ്യൽ മീഡിയ അനാവശ്യമായിട്ട് മാധ്യമങ്ങൾ വലിച്ചിടാറുണ്ട്. അതിന്റെ ഏറ്റവും അടുത്ത സംഭവങ്ങളാണ് ക്രിമിനലായിട്ടും അപകട രംഗങ്ങളിലും. നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രശ്നം ഈ ആറ്റിങ്ങൽ സംഭവത്തിൽ കണ്ടു. ഈ ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിൽ നടന്ന മരണമായിട്ട് കണ്ടു. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഇതൊക്കെ ടെക്നോളജിയുടെ കുഴപ്പമാണോ? ഈ അടുത്ത ഇടയ്ക്ക് തൃശ്ശൂർ ഒരു സംഭവം ഉണ്ടായത്. ഒരു പ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫർ ട്രെയിൽ പാളത്തിൽ ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് അദ്ദേഹം ട്രെയിൻ കയറി മരിച്ചു. എന്ന് വെച്ച് ഇവിടെ ഇന്ത്യയിലുള്ള എത്ര ഫോട്ടോഗ്രാഫർമാരാണ് അങ്ങനെ മരിക്കുന്നത്? ഇതൊക്കെ ടെക്നോളജിയുടെ കുഴപ്പമായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാട്ടാൻ? ശ്രീ ജിക്കു വർഗീസ്, ഇത് ടെക്നോളജിയുടെ കുഴപ്പമായോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ അപര്യാപ്തതയായിട്ടോ അല്ല നമ്മൾ പറയുന്നത്. ഒരു ഫോട്ടോഗ്രാഫർ അദ്ദേഹത്തിന്റെ കൃത്യനിർവഹണത്തിനിടയിൽ മരണം വരിക്കുന്നത് പോലെയാണോ ഫേസ്ബുക്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ അങ്ങനെ പ്രശസ്തി നേടാൻ വേണ്ടി എടുക്കുന്ന ഒരു ഫോട്ടോ എടുക്കുന്നതിനിടയിൽ സംഭവിക്കുന്ന മരണം? രണ്ടിനെയും എങ്ങനെയാണ് ഒരേ ത്രാസിൽ തൂക്കുക? തീർച്ചയായിട്ടും സാങ്കേതിക വിദ്യക്ക് അതിൻ്റെതായ മേന്മകളുമുണ്ട്, കോട്ടങ്ങളുമുണ്ട്. പക്ഷെ ഇത് ഉപയോഗിക്കുന്ന യൂസറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇതിന്റെ എഫക്ട് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇതിൽ ആളുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു തികച്ചും യൂസർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ ചില അപകടങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ സോഷ്യൽ മീഡിയയെ മുഴുവനായി അടച്ചാക്ഷേപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. തിരിച്ചു വരാം ശ്രീ ജിക്കു വർഗീസ്, താങ്കൾക്ക് ദയവായി അല്പസമയം ടെലിഫോൺ ലൈനിൽ തുടരണം. ഡോക്ടർ അഫ്സാർ മുഹമ്മദ്, നാം നേരത്തെ ജിക്കു വർഗീസ് പറഞ്ഞതുപോലെ സാങ്കേതിക വിദ്യയെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ അതിനെ അവഗണിച്ചുകൊണ്ടോ ഒരു യാത്ര ഇനിയുള്ള കാലം അസാധ്യമാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ
സാങ്കേതിക വിദ്യ അതിൻ്റെ ഏറ്റവും വലിയ പുരോഗതി കൈവരിക്കുമ്പോൾ അതിനോടൊപ്പം നല്ല രീതിയിൽ സഞ്ചരിക്കുക എന്നതല്ലേ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്. സാമൂഹിക വിപ്ലവത്തിന് കാരണമാകേണ്ടുന്ന ഇത്തരം സാങ്കേതിക വിദ്യകളെ സാമൂഹികമായ അപജയങ്ങളിലേക്ക്, ദുരന്തങ്ങളിലേക്ക് വഴി നടത്തുന്നു എന്നതാണ് ഭയപ്പെടുന്ന സംഗതി. തീർച്ചയായും നാടോടുമ്പോൾ നടുവേ ഓടേണ്ടി വരും. പക്ഷേ ഓടുമ്പോഴും നമ്മളുടെ ഭാഗത്ത് ഒരു സുരക്ഷിതമായ രീതിയിലൂടെ നമ്മൾ ഓടാൻ പഠിക്കണം. അതിൽ നിന്നും കൂട്ടം തെറ്റി ഓടുമ്പോഴാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. ഒരിക്കലും ഇത് കൈകാര്യം ചെയ്യാൻ അറിയാം. ഇപ്പോൾ ജിക്കോ വർഗീസ് പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ സാങ്കേതിക മേഖലകളുടെ പുരോഗതി ഇതിന് തള്ളി പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. ഓരോ മനുഷ്യനും തന്നെയാണ് ഇതിന് ഉത്തരവാദിയായി വരുന്നത്. അല്ലെങ്കിൽ ഓരോരുത്തരുടെയും മെൻറ്റാലിറ്റി മാത്രമാണ് ഇതിന് ഉത്തരവാദികൾ. അല്ലാതെ സോഷ്യൽ മീഡിയകളെ ഒന്നും ഇതിനൊരിക്കലും പ്രതി ചേർത്തിട്ട് കാര്യമില്ല. സോഷ്യൽ മീഡിയകളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. ശ്രീ ജിക്കു വർഗീസ്, സോഷ്യൽ മീഡിയകളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിൽ അർത്ഥമില്ല എന്ന് ഡോക്ടർ അഫ്സാർ മുഹമ്മദ് പറയുമ്പോഴും സോഷ്യൽ മീഡിയകളിൽ ചില നിയന്ത്രണങ്ങൾ ആവശ്യമല്ലേ? കഴിഞ്ഞ ദിവസം UAE ആ നാട്ടിലെ ഫേസ്ബുക്ക് ഉപഭോക്താക്കളോട് ചില പെരുമാറ്റച്ചട്ടങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് കർശനമായി നിർദ്ദേശിച്ചിരിക്കുന്നു. അതിൻ്റെ വിവരങ്ങളും അവർ പുറത്തുവിട്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് പക്ഷേ ഫേസ്ബുക്ക് ഉപഭോക്താക്കളോട് അത്രമാത്രം വലിയ കണിശത പുലർത്താനോ അല്ലെങ്കിൽ നിയതമായ ചില പെരുമാറ്റച്ചട്ടങ്ങളോ നിലവിലുണ്ടോ? എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഫേസ്ബുക്കിനോട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയോട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനം സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? സർക്കാരിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരു ഭീതിയുടെ ഒരു പര്യായമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പല രാജ്യങ്ങളും നമുക്കറിയാം, ഇതിനകം ഈജിപ്തിലും ടുണീഷ്യയിലും ഒക്കെ സംഭവിച്ചതിൽ 30 വർഷങ്ങളായി ഏകാധിപതികളായി ഭരിച്ച പലരെയും തൂത്തെറിയാൻ സാധിച്ചത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു നേട്ടം കൊണ്ടാണ്. കാരണം ഇതിനു മുൻപ് ഓഫ്ലൈൻ സമൂഹം അവിടെ പ്രവർത്തിച്ചു. അവർക്ക് കഴിയാതിരുന്ന പല കാര്യങ്ങളും ഇന്ന് സാധിക്കുന്നു. ഈ അടുത്ത കാലത്ത് തുർക്കിയിലെ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ തുർക്കിയിലെ ട്വിറ്റർ ബാൻ ചെയ്തതും അതിന്റെ ഭാഗമായിട്ടാണ്. അതായത് അവിടുത്തെ പ്രധാനമന്ത്രിക്കെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ പരക്കുന്നു എന്നുള്ള പേരിൽ ട്വിറ്റർ ബാൻ ചെയ്തു. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആളുകൾ കൂടുതലായി ട്വിറ്ററിലേക്ക് മറ്റു മാധ്യമങ്ങൾ ഉപയോഗിച്ച് മൊബൈൽ ഫോണിലെ SMS സർവീസ് ഉപയോഗിച്ച് തിരിച്ചെത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് നിയന്ത്രണം എന്നത് ഇന്ത്യയുടെ ഒരു പശ്ചാത്തലം എടുക്കുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് വിദേശ സെർവറുകൾ, അതിന്റെ സാങ്കേതിക വശങ്ങൾ വളരെ സങ്കീർണമാണ്. പിന്നെ നിയന്ത്രണങ്ങളല്ല, ഇവിടെ സ്വയം നിയന്ത്രണമാണ് ആവശ്യം. പിന്നെ എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്നുള്ള ഒരു ഇതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പില്ല. ടെക്നോളജി ഉപയോഗിക്കുന്നത് ഇവിടെ നമുക്കൊരു വേണ്ടത് ഒരു മീഡിയ സാക്ഷരതയാണ്. ഒരു പ്രത്യേകിച്ച് ഇപ്പൊ ന്യൂ മീഡിയയുടെ കാലത്ത് ന്യൂ മീഡിയ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് കുട്ടികളിലാണെങ്കിലും നമ്മളൊരു സിവിക് സെൻസ്, അതായത് നമ്മളിപ്പം അടുത്തിടയ്ക്കായിട്ട് നിരീക്ഷകർ പലരും ചൂണ്ടിക്കാട്ടുന്ന കാര്യം, നമുക്ക് 2 സെൽഫ് ഉണ്ട്. ഒന്ന് ഫിസിക്കൽ സെൽഫ് ഉണ്ട്, ഒരു ഡിജിറ്റൽ സെൽഫ് ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ സെൽഫിൽ നമ്മളിപ്പോൾ ഒരു പൊതുവഴിയിൽ തുപ്പരുത് എന്നുള്ളത് അതൊരു നമ്മുടെ ഒരു പൊതുബോധത്തിന്റെ ഭാഗമാണ്. അതുപോലെ ഒരു പൊതുബോധം സോഷ്യൽ മീഡിയയിലേക്ക് എടുക്കുകയാണ് വേണ്ടത്. അതിന് പകരമായിട്ട് ഒരു ഭീതി പടർത്തി ഇതിന്റെ നല്ല വശങ്ങളെ ഇകഴ്ത്തി കാണുന്നതിനോട് യോജിക്കാൻ കഴിയും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മീഡിയ സാക്ഷരത അല്ലെങ്കിൽ ഒരു മാധ്യമ സാക്ഷരത ഉണ്ടാവേണ്ടിയിരിക്കുന്നു, പ്രത്യേകിച്ചും നവമാധ്യമ ലോകത്ത്. അതിന് എന്താണ് നമുക്ക് ചെയ്യാനാവുക? എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകൾക്ക് അവരെ സാക്ഷരരാക്കുക എന്ന ദൗത്യം ആരാണത് ഏറ്റെടുക്കുക? എങ്ങനെയാണ് അത് സാധ്യമാവുക? അതിൽ ഓരോരുത്തർക്കും അവരുടേതായ പങ്കുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് സ്കൂൾ തലം മുതൽ ഇതിനെക്കുറിച്ചുള്ളൊരു അവബോധം സൃഷ്ടിക്കാൻ അധ്യാപകരും ശ്രമിക്കണം. ഇത് സോഷ്യൽ മീഡിയകളിൽ ഇടപെടുന്നതുമായി ബന്ധപ്പെട്ട വർക്ക് ഷോപ്പുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളും അതിൻ്റെ ഗുണദോഷങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ വിദ്യാഭ്യാസ തലത്തിൽ നിന്ന് തന്നെ ഉണ്ടാവണം. ചെറിയ ക്ലാസ്സുകളിൽ മുതൽ തന്നെ അതുണ്ടാവണം. അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്കും ഇത് എവിടൊക്കെ ഇതിൽ അപകടം പതിയിരിക്കുന്നു എന്നുള്ള രക്ഷിതാക്കൾക്കും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, രക്ഷിതാക്കളെയും ബോധവൽക്കരിക്കണമെന്നാണ്. ശ്രീ ജിക്കു വർഗീസ്, ഒരു ആക്ഷേപമുള്ളത് അല്ലെങ്കിൽ ഒരു വിമർശനമുള്ളത് നമ്മുടെ യുവതലമുറയെ ഷണ്ഡീകരിക്കുന്നു അല്ലെങ്കിൽ അവരെ നിഷ്ക്രിയരാക്കുന്നു, മടിയന്മാരാക്കുന്നു ഈ സോഷ്യൽ മീഡിയ എന്നൊരു ആക്ഷേപം ചില കേന്ദ്രങ്ങളെങ്കിലും മുന്നോട്ട് വെക്കുന്നു. എങ്ങനെയാണ് താങ്കൾ അതിനോട് പ്രതികരിക്കുക? ഒരു തരത്തിൽ അതിനകത്തൊരു ശകലം വസ്തുതയുണ്ട്. കാരണം കൂടുതൽ ആളുകളായിട്ട് ഒരു അഡിക്ഷന്റെ ലെവലിലേക്ക് ഈ ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയ സങ്കേതങ്ങൾ മാറുന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ ഈ ഏറ്റവും ഒടുവിൽ നടന്ന ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് യുവാക്കൾ നടത്തിയ പല സർവേകൾ പ്രകാരം ഇലക്ഷനുമായിട്ട് മുഖം തിരിച്ചു നിന്നിരുന്ന വലിയൊരു സമൂഹത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. അതായത് അരാഷ്ട്രീയവാദികൾ എന്ന് മുദ്ര കുത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ യുവതലമുറയെ നമ്മൾ ഈ മാധ്യമത്തിലൂടെയാണ് തിരിച്ചു കൊണ്ടുവന്നത്.
ഒന്ന് ആലോചിക്കണം, ഏകദേശം 10% മാത്രമേ ഓൺലൈൻ എക്സ്പോഷർ ഉള്ള ആളുകൾ ഇന്ത്യയിലുള്ളൂ എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. ആ സമയത്ത് പോലും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് പല പാർട്ടികളും പല രാഷ്ട്രീയ പാർട്ടികളും ഓൺലൈൻ പ്രചരണം നടത്തിയത്. ഏകദേശം ഫേസ്ബുക്കിന്റെ ഒടുവിലെ കണക്കുകൾ പ്രകാരം ഏകദേശം 29 മില്യൺ ജനങ്ങൾ 227 മില്യൺ ഓൺലൈൻ ട്രാൻസാക്ഷൻ, അതായത് ഇലക്ഷനുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒരു മാസക്കാലം നടത്തിയെന്നാണ് ഫേസ്ബുക്കിന്റെ ഒടുവിലത്തെ കണക്കുകൾ. അതുകൊണ്ട് അരാഷ്ട്രീയവാദമല്ല, ഇനി നിഷ്ക്രിയരാകുകയല്ല, അവർ കൂടുതലായി ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗത്തെ അതിന്റെ നല്ല വശങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാം, അതിനെ പെരുപ്പിച്ച് കാട്ടുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ശ്രീ ജിക്കു വർഗീസ്, താങ്കൾ പറഞ്ഞത് വളരെ കൃത്യമാണ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് ലൈക്ക് കിട്ടുകയോ അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉള്ളതോ ആയ ആളുകളുടെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് നിയുക്ത പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് എന്നും നമുക്കറിയാം. ഒരു നവമാധ്യമത്തെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയെ ഏത് വിധത്തിൽ തനിക്ക് അനുകൂലമായി അല്ലെങ്കിൽ തൻ്റെ നയനിലപാടുകൾ വിശദീകരിക്കുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്താമെന്ന് വളരെ ഭംഗിയായി ശ്രീ നരേന്ദ്രമോദി വെളിപ്പെടുത്തുകയും ചെയ്തു. നമുക്ക് ഈ സോഷ്യൽ മീഡിയ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നടത്തിയ, അതിൽ ഇടപെട്ട ചില ആളുകൾ നടത്തിയ ഒരുപാട് വിഷലിപ്തമായ പരാമർശങ്ങൾ, ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ നേരത്തെ താങ്കളോട് ചോദിച്ചത്, ഒരു നിയന്ത്രണത്തിൻ്റെ ആവശ്യകത ഇവിടെയില്ലേ? മനുഷ്യരെ പരസ്പരം ശത്രുക്കളും പരസ്പരം വിദ്വേഷികളുമാക്കുന്ന ഇതിന് പലപ്പോഴും ഇത് കാരണമാകുന്നില്ലേ? നിയന്ത്രണം എന്ന് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമുക്ക് ഒരു സാങ്കേതിക ലെവലിൽ ചിന്തിക്കുമ്പോൾ അത് വളരെ പ്രായോഗികമല്ല. ഇപ്പൊ നിലവിൽ തന്നെ നമുക്ക് IT ആക്ട് 66A എന്നുള്ള ഒരു നിയമമുണ്ട്. അത് കഴി നിയമമാണെന്ന് വിവക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് ഇപ്പോഴുള്ള നിയമം എന്ന നിലയിൽ അതിനെ ബഹുമാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇങ്ങനത്തെ നിയമങ്ങൾ ഇവിടെ നിലവിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഒരു പരാമർശം ഫേസ്ബുക്കിൽ ഉണ്ടാകുമ്പോൾ അതിനെതിരെ നിയമപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിന്റെ പ്രതിസ്ഥാനത്തുള്ള ആളെ കണ്ടുപിടിക്കാനും ഇപ്പോൾ നിയമപരമായിട്ട് തന്നെ സാധിക്കുന്നുണ്ട്. പിന്നെ കാണുന്ന ജനങ്ങൾ ഇതിലേതാണ് സത്യം, ഇതിന്റെ നെല്ലും പതിരും തമ്മിൽ തിരിച്ചറിയാനുള്ള ഒരു സെൻസ് അത് ജനങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ ജിക്കു, താങ്കളിലേക്ക് തിരിച്ചു വരാം. ഒരു ഇടവേളയുടെ സമയമായിരിക്കുന്നു, വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. ഡോക്ടർ അബ്സാർ മുഹമ്മദ്, നമ്മുടെ യുവസമൂഹം ഇതിന് അഡിക്റ്റായി പോകുന്നു അല്ലെങ്കിൽ അടിമപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു ആക്ഷേപം നേരത്തെ ജിക്കു വർഗീസ് അതിൻ്റെതായ ചില വിവരണങ്ങൾ നൽകുകയും ചെയ്തു. നമ്മുടെ ചെറുപ്പക്കാർ അവനവനിലേക്ക് ഒതുങ്ങിക്കൂടുകയും തൻ്റെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിൽ അല്ലെങ്കിൽ തൻ്റെ കയ്യിലുള്ള ലാപ്ടോപ്പിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള സകല ബന്ധങ്ങളും ഫിസിക്കലായ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, അതല്ലേ യഥാർത്ഥത്തിൽ ഇതുകൊണ്ടുണ്ടാകുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു അപകടം? അങ്ങനത്തെ ഒരു ദയനീയമായ അവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്നത് വളരെ ശരിയാണ്. എത്രയോ പേര് അടുത്തുള്ള ഫ്രണ്ട്സിനെ തിരിച്ചറിയാതെ ഓൺലൈൻ ഫ്രണ്ട്സിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്ന അതായത് സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് ലൈഫ് ഒതുങ്ങുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു 10 വർഷം കഴിഞ്ഞാൽ ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അയൽവാസിയെ പോലും തിരിച്ചറിയാത്ത ഒരു സ്ഥിതി, അല്ലെങ്കിൽ ഇമെയിൽ ID പറഞ്ഞാലേ അയൽവാസിയെ അറിയുള്ളൂ എന്നൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ശ്രീ ജിക്കു വർഗീസ്, താങ്കൾ നേരത്തെ ഈജിപ്തിലെയും തുനീഷ്യയിലെയും എല്ലാം വിപ്ലവങ്ങളെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. ദില്ലിയിലും നമ്മളത് കണ്ടു. ആം ആദ്മി പാർട്ടിയുടെ ഒരു ഉദയത്തിന് സോഷ്യൽ മീഡിയ വരുത്തിയ സ്വാധീനം അല്ലെങ്കിൽ സാധിച്ച സ്വാധീനം വളരെ വലുതാണ്. പക്ഷെ നമ്മുടെ പരിസരങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ സോഷ്യൽ മീഡിയയെ സാമൂഹികമായ വിപ്ലവത്തിനാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നമ്മുടെ ഇടയിൽ നമ്മുടെ പരിസരത്ത് നമ്മൾ കാണുന്നത് അത് അവനവൻ്റെ സ്വന്തം താല്പര്യത്തിനോ അല്ലെങ്കിൽ അവൻ്റെ സ്വന്തം സുഖത്തിനോ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ള പരിമിതമായൊരു വൃത്തത്തിനകത്ത് ഇത് ഒതുങ്ങുന്നു എന്നൊരു നിരീക്ഷണം താങ്കൾ അതിനെ ശരിവെക്കുമോ? ഒരു പരിധി വരെ അത് ശരിയാണ്. കേരളത്തിന്റെ പ്രത്യേകിച്ചും ഇലക്ഷൻ കഴിഞ്ഞ സാഹചര്യത്തിൽ പല പാർട്ടികളുടെയും ഡിജിറ്റൽ മീഡിയ സെല്ലുമായി ബന്ധപ്പെട്ടപ്പോൾ പലരും പറഞ്ഞത് വ്യക്തിപരമായ ചെളിവാരി എറിയലുകൾ പ്രചരണത്തിൽ കാര്യമായ പങ്ക് വഹിച്ചില്ല. കാരണം വികസനം എന്ന ഒരു അജണ്ടയിൽ നിന്ന് മാറി വ്യക്തിപരമായ ചില അധിക്ഷേപങ്ങൾ ഫേസ്ബുക്കിലൂടെ നടത്തിയതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചതായിട്ട് പല സോഷ്യൽ മീഡിയ എക്സ്പേർട്ടുകൾ തന്നെ പല അവസരങ്ങളിൽ വിലയിരുത്തിയിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ പ്രത്യേക സാഹചര്യം അനുസരിച്ചിട്ട് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം
ഭൂരിപക്ഷം മറ്റു ജനങ്ങളെ സംബന്ധിച്ച് വളരെ കുറവാണ്. ഇവിടെ ഒരു പക്ഷേ ഈ CNN പോലെയുള്ള വിദേശ മാധ്യമങ്ങൾ ഇന്ത്യയെ ആദ്യത്തെ ഒരു ഫസ്റ്റ് സോഷ്യൽ മീഡിയ ഇലക്ഷൻ എന്നുള്ള രീതിയിലാണ് വിലയിരുത്തിയത്. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ വരുന്ന ഒരു 2-3 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു പക്ഷേ ഇതിന്റെ ഒരു സാച്ചുറേഷൻ ലെവൽ, അതായത് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ മുഖ്യധാരയിലേക്ക് എത്തുകയും തീർച്ചയായും നമ്മളിപ്പോൾ പോസ്റ്റർ ഒട്ടിക്കുകയും മറ്റ് പ്രചരണ രീതികൾ നടത്തുന്നത് പോലെ അടുത്ത ഒരു 2-3 വർഷങ്ങൾക്കുള്ളിൽ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ മാത്രം പ്രചരണം എത്തുന്ന ഒരു അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിച്ചേരാം. അങ്ങനെയും സാധ്യതയുണ്ട്. ഡോക്ടർ അബ്സാർ മുഹമ്മദ്, മുൻകാലങ്ങളിൽ നമ്മൾ രാഷ്ട്രീയം പറഞ്ഞിരുന്നത് കവലകളിലായിരുന്നു, ചായക്കടകളിലായിരുന്നു, അല്ലെങ്കിൽ പീടികളിലായിരുന്നു. അത് മാറി സോഷ്യൽ മീഡിയകളിലേക്ക് രാഷ്ട്രീയം കുടിയേറിയിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ സ്വീകരണ മുറികളിലേക്ക് രാഷ്ട്രീയം വന്നിരിക്കുന്നു. ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന രാഷ്ട്രീയ ചർച്ചകൾക്ക് അപ്പുറത്തുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് പ്രസക്തിയോ അല്ലെങ്കിൽ അത് കേൾവിക്കാരോ ഇല്ലാത്ത ഒരു കാലം സോഷ്യൽ മീഡിയകളിലേക്ക് വരുമ്പോൾ, നേരത്തെ ജിക്കു വർഗീസ് പറഞ്ഞതുപോലെ പരസ്പരം ചെളിവാരി എറിയുക എന്ന ഒരു ദൗത്യം നിർവഹിക്കുന്നു എന്നതിനപ്പുറത്ത് സാമൂഹികമായി ഏറ്റെടുക്കേണ്ട ദൗത്യ നിർവഹണത്തിൽ നിന്നും സോഷ്യൽ മീഡിയകളിൽ പ്രവർത്തിക്കുന്ന ബുദ്ധിശാലികളെന്ന് സ്വയം നടിക്കുന്ന ആളുകളെങ്കിലും തയ്യാറാവേണ്ടതല്ലേ? അവരെങ്കിലും ഇതിനൊരു മാറ്റം, ഒരു സ്വയം സാക്ഷരത ഈ വിഷയത്തിൽ കൈവരിക്കേണ്ടതല്ലേ? സോഷ്യൽ മീഡിയകളിൽ നിന്നും വളരെ നല്ല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത് ഈ ചെളിവാരിയേറിയലിൻ്റെ കുത്തൊഴുക്കിൽ അത് കാണാതെ പോകരുത്. കാരണം എത്രയോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളുടെ വഴി നടക്കുന്നുണ്ട്. ഇപ്പോൾ ബ്ലോഗേഴ്സ് ഗ്രൂപ്പിൻ്റെ വഴി ഇതുപോലെ മാഗസിൻ ഇറക്കുകയും അതിൻ്റെ ലാഭം മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ വേറെ ഗ്രൂപ്പ് ഈ അടുത്തൊരു കുട്ടിയുടെ കിഡ്നി സർജറിക്ക് വേണ്ടി 10 ലക്ഷത്തോളം രൂപ സമാഹരിച്ചു. ഇതൊക്കെ അതിൻ്റെ ഒരു പോസിറ്റീവ് വശങ്ങൾ തന്നെയാണ്. പക്ഷേ ഇത് എങ്ങനെ ഇടപെടണം എന്നുള്ള ഒരു തിരിച്ചറിവില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. മറ്റേ കവലകളിലാവുമ്പോൾ ഒരു ചെറിയ ഗ്രൂപ്പിൽ ആളുകൾ, അല്ലെങ്കിൽ എന്നും വ്യക്തിപരമായി വ്യക്തമായി അറിയുന്ന ആളുകൾ തമ്മിലുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ അത് സംഭവിക്കുന്നില്ല. ഒരു ബന്ധവുമില്ലാത്ത, ചിലപ്പോൾ ഇതിൽ വലിയ അഭിപ്രായങ്ങളും ചെളിവാരിയെറിച്ചിലും നടത്തുന്നത് ഫേക്ക് പ്രൊഫൈലുകളാണ്. ഫേക്ക് പ്രൊഫൈലുകൾ ഈ സോഷ്യൽ മീഡിയൻ്റെ ഒരു വലിയ ശാപമാണ്. പറയാനുള്ളത് വേറെ വല്ല പ്രൊഫൈലും ഉണ്ടാക്കി വന്ന് അതിൽ തെറിവിളിയും ചളിവാരിയലും. അവിടെ തന്നെയാണ് നാം നേരത്തെ സംസാരിച്ച നിയന്ത്രണത്തിൻ്റെ വിഷയവും വരുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം പ്രമുഖ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ സന്തീഷ് ടെലിഫോൺ ലൈനിൽ. ഡോക്ടർ സന്തീഷ്, നമ്മുടെ പൊതുസമൂഹത്തിൽ സോഷ്യൽ മീഡിയകൾ വരുത്തിവെക്കുന്ന സ്വാധീനം എങ്ങനെയാണ് ഒരു മനഃശാസ്ത്രജ്ഞൻ എന്നുള്ള നിലക്ക് താങ്കൾ അതിനെ നിരീക്ഷിക്കുക? നമ്മുടെ യുവസമൂഹത്തെ കൂടുതൽ നിഷ്ക്രിയരാക്കുകയോ ഷണ്ഡീകരിക്കുകയോ ചെയ്യുന്നു എന്നൊരു ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ താങ്കൾ എങ്ങനെയാണ് ഇതിനെ നിരീക്ഷിക്കുക? സോഷ്യൽ മീഡിയ ഒത്തിരി അതിനൊരു പോസിറ്റീവും നെഗറ്റീവും സൈഡുകളുണ്ട്. പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വ്യക്തികൾക്ക് അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്കില്ലുകൾ പുറത്ത് കാണിക്കാനുള്ള ഒരു കഴിവാണ്. അവരുടെ സാഹിത്യപരമായ രചനകളായിക്കോട്ടെ, അവരുടെ ക്രിയേറ്റീവ് ഡിസ്കഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം വളരെ നല്ല രീതിയിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണത്. ആ ഒരു വഴിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയ്ക്ക് ഒത്തിരി പോസിറ്റീവ് എലമെന്റ് ഉണ്ട്. ഡോക്ടർ സന്തീഷ്, ഈ പോസിറ്റീവായ വശത്തെ നമ്മൾ കാണുമ്പോഴും നമ്മുടെ ഒരു തലമുറയെ തന്നെ നിഷ്ക്രിയരാക്കുന്ന വിധത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ, ചെറുപ്പക്കാരായ ആളുകൾ, വിദ്യാർത്ഥികളായ ആളുകൾ ഇതിന് അടിമപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു ആക്ഷേപം, ഒരു നിരീക്ഷണം, അത് ഗൗരവതരമായി കാണേണ്ടതല്ലേ? നമ്മുടെ കുട്ടികൾ, ചെറിയ കുട്ടികൾ, സ്കൂൾ UP തലങ്ങളിൽ പോലും പഠിക്കുന്ന കുട്ടികൾ ഫേസ്ബുക്കിലും ട്വിറ്ററിലും വാട്സപ്പിലും വിഹരിക്കുന്ന ഒരു കാലം, ഇത് അപകടകരമായ ഒരു സാമൂഹിക ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് ഭയപ്പെടേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും അതിനൊരു നെഗറ്റീവ് ആയിട്ട് അത് തന്നെയാണ്. നമ്മൾ ഏത് മീഡിയ യൂസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കത്തി എടുത്ത് നമുക്ക് പച്ചക്കറി അരിയാൻ പറ്റും, ഒരാളെ കുത്തിക്കൊല്ലാനും പറ്റും. അതുപോലെ തന്നെ നെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർ പലരും അനോണിമിറ്റി, അതായത് അവരുടെ പ്രൊഫൈല് ഫേക്ക് ആയിട്ട് അവർ കയറാറുണ്ട്. ഡോക്ടർ സന്തീഷ്, ആൾക്കാർ ഒരുപക്ഷെ ഇത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ഡോക്ടർ സന്തീഷ്, ഒരു കത്തി എടുത്ത ഒരാളെ കുത്താനും സാധിക്കും, അതുകൊണ്ട് പച്ചക്കറി അരിയാനും സാധിക്കും. പക്ഷേ ഈ കത്തി കൊച്ചുകുട്ടികൾക്ക് കിട്ടാത്തിടത്തേക്ക് എടുത്തു വെക്കാനുള്ള സൗകര്യങ്ങളും അതിൻ്റെ രക്ഷിതാക്കൾക്കുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയകളിലേക്ക് വരുമ്പോൾ ഈ അപകടകരമായ ഈ കത്തിയെ കുട്ടികൾക്ക് അപ്രാപ്യമായ സ്ഥലത്തേക്ക് എടുത്തു വെക്കുവാൻ നമുക്ക് സാധിക്കാതെ വരുമ്പോഴാണ് അതിൻ്റെ അപകടമുണ്ടാവുന്നത്. ഈ വിഷയത്തിൽ നിന്ന് വേണ്ട ഇതിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും അത് പേരന്റിങ്ങിന്റെ ഒരു പ്രോബ്ലം തന്നെ അതിന്റെ ഭാഗമായിട്ടുണ്ട്. കുട്ടികൾ ഏത് യൂസ് ചെയ്യുന്നു, ഏതൊക്കെ നെറ്റിൽ പോകുന്നുണ്ടോ, എപ്പോൾ പോകുന്നു,
ഏത് രീതിയിലാണ് അവർ യൂസ് ചെയ്യുന്നില്ല മിസ്യൂസ് ചെയ്യുന്ന പല പേരൻസിനും അറിയില്ല. അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. പല കുട്ടികൾ പ്രത്യേകിച്ചും മൊബൈലിലൂടെയും ഒക്കെ നെറ്റ് ആക്സസ് ചെയ്യുകയും അതൊരു അഭ്യാസത്തിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. സൈബർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഡോക്ടർ സന്ദേശ്, തിരിച്ചു വരാൻ താങ്കളിലേക്ക് വീണ്ടും ഒരു ഇടവേള. ശ്രീ ജിക്കു വർഗീസ്, താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഈജിപ്തിലെ തഹരീർ സ്ക്വയറിൽ ആളുകൾ ലക്ഷക്കണക്കിന് യുവജനങ്ങളും വൃദ്ധരും ഒത്തുകൂടാൻ, വിദ്യാർത്ഥികളും ഒത്തുകൂടാൻ സോഷ്യൽ മീഡിയ കാരണമായി. തുനീഷ്യയിൽ നടന്ന വിപ്ലവത്തിന് സോഷ്യൽ മീഡിയ കാരണമായി. ദില്ലിയിലെ ആം ആദ്മിയുടെ ഉദയത്തിനും സോഷ്യൽ മീഡിയ കാരണമായി. ഇതോടൊപ്പം നമ്മൾ അറിയേണ്ട മുസഫർ നഗറിൽ കലാപത്തിന് കാരണമായി പിന്നീട് അന്വേഷണങ്ങൾ ചെന്നെത്തിയത് ഒരു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു ഫേക്ക് വീഡിയോ ആയിരുന്നു. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ വളരെ പെട്ടെന്ന് വർഗീയ കലാപങ്ങൾക്ക് വരെ ഇടവരുത്തിയേക്കാവുന്ന വിധത്തിൽ ഇതിൻ്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്നു. ഒരു നിയന്ത്രണം എന്നുള്ളതിന് എന്തുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള ഈ മേഖലയിൽ സജീവ സാന്നിധ്യമായ ആളുകൾ ആ രംഗത്ത് ഒരു ശ്രദ്ധ പതിപ്പിക്കാത്തത്? തീർച്ചയായും ആദ്യം പറഞ്ഞ വൈറാലിറ്റി ഒരു പ്രശ്നം തന്നെയാണ്. നമ്മളൊരു മെസ്സേജ് ഫേസ്ബുക്കിൽ ആഡ് ചെയ്യുന്നത് വളരെ വേഗത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് അത് പരക്കുന്നുണ്ട്. അത് സത്യം തന്നെയാണ്. പല സംഭവങ്ങളായിട്ട് നമ്മൾ കണ്ടു. അടുത്തിടയ്ക്ക് ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്ക് ആളുകൾക്ക് ഇവിടുന്ന് പലായനം ചെയ്യേണ്ടി വന്നതൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ്. ചില അഭ്യൂഹങ്ങളുടെയും പുറത്തൊക്കെയാണ് ഈ സംഭവങ്ങൾ നടന്നത്. പക്ഷേ നമ്മുടെ ആളുകൾ ഇതിനെ എങ്ങനെ കാണുന്നു? ഒരു സന്ദേശം നമുക്ക് ലഭിക്കുമ്പോൾ അതിന്റെ ആധികാരികത എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാവുന്ന കാലമാണ്. പണ്ട് ആട് തേക്ക് മാഞ്ചിയം എന്നുള്ള തട്ടിപ്പുകളിൽ പെടുമ്പോൾ ഉണ്ടായിരുന്ന അതേ മാനസികാവസ്ഥ തന്നെയാണ് നമ്മുടെ ഇപ്പോഴും ഉള്ളത്. ഇപ്പം ടെക്നോളജി അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ അത് അറിയുന്നു എന്ന് മാത്രം. ഓഫ്ലൈൻ ആയിട്ടുള്ള ആളുകളുടെ ഇടയ്ക്ക് നടക്കുന്ന വിഷയങ്ങൾ പലപ്പോഴും നമുക്കറിയാനുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ നിലവിലില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാതെ മാറി നിൽക്കുന്നത്. ഇതിന് പകരമായിട്ട് നമ്മുടെ ആളുകളിലേക്ക് ഇപ്പം നമ്മൾ ഒത്തിരി വ്യാജ സന്ദേശങ്ങൾ, ഉദാഹരണത്തിന് ഫ്രൂട്ടിയുടെ കമ്പനിയിൽ ഒരു ജീവനക്കാരൻ ഒരു തുള്ളി രക്തം, HIV AIDS പേഷ്യന്റ് ആയ ഒരു ജീവനക്കാരൻ ഒരു തുള്ളി രക്തം ഒഴിച്ചു. ഇതൊക്കെ നമ്മുടെ വളരെ വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും അത് ഷെയർ ചെയ്തു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും ആളുകൾക്ക് സ്വയമായിട്ട്, ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് തന്നെയാണ് വരുന്നത്, നമ്മൾ സ്വയമായിട്ട് ഒരു പൊതുബോധം അല്ലെങ്കിൽ ഒരു സിവിക് സെൻസ് ഒക്കെ ഇതിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിയന്ത്രണം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പോസ്റ്റുകളാണ് ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറുകളിലും ഉണ്ടാകുന്നത്. ഇതിനെയൊക്കെ ഏത് തരത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ പല ഭാഷകളിലാണ് ഈ പോസ്റ്റുകൾ വരുന്നത്. ഇതിനെയൊക്കെ എങ്ങനെ ഒരു നിയന്ത്രണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാമെന്ന് എനിക്കൊരു പ്രായോഗിക തലത്തിൽ ഒരു സംശയമുണ്ട്. അതിന്റെ സാങ്കേതികമായ ഒരു പ്രശ്നം തന്നെയാണ്. ശ്രീ ജിക്കു വർഗീസ്, അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഓരോ 20 മിനിറ്റിലും 1 ലക്ഷത്തിലധികം ലിങ്കുകൾ ഷെയർ ചെയ്യപ്പെടുന്നു. ഓരോ 20 മിനിറ്റിലും 13.5 ലക്ഷത്തോളം ഫോട്ടോകൾ ടാഗ് ചെയ്യപ്പെടുന്നു. ഓരോ 20 മിനിറ്റിലും 2,000 മില്യൺ സൗഹൃദാഭ്യർത്ഥനകൾ സ്വീകരിക്കുകയോ നിരാകരിക്കപ്പെടുകയോ ചെയ്യും. ഇതൊക്കെ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ട് മാത്രം വരുന്ന കണക്കുകൾ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും ഇത് അനുകൂലമായ വിധത്തിൽ നമ്മുടെ സമൂഹത്തിലേക്ക് പരിവർത്തിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യത്തിന് ആരാണ് നേതൃത്വം കൊടുക്കുക? ആരാണ് ആ ദൗത്യം ഏറ്റെടുക്കുക? ആദ്യം ഇതിനോടുള്ള ഒരു ഭീതിപൂർണമായ ഒരു സമീപനം മാറ്റേണ്ട കാലം അതിക്രമിച്ചു. കാരണം ഇന്ന് നമ്മൾ പലപ്പോഴും പറയും, അപകടങ്ങൾ നടക്കുമ്പോൾ ഇപ്പോൾ ആളുകൾ മൊബൈൽ ഫോണുമായി ചെന്ന് ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടി ഫോട്ടോ എടുക്കുന്നു. ഇത് നമ്മൾ മൊബൈൽ ഫോൺ വന്ന കാലത്ത് അത് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് മാത്രം. പണ്ടും ഇതേ കാഴ്ചക്കാർ തന്നെ ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലായിരുന്നു എന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പലപ്പോഴും കാലം മാറുന്നതനുസരിച്ച് നമ്മൾ അതിന്റെ പുതിയ ടെക്നോളജി അല്ലെങ്കിൽ അത് സ്വായത്തമാക്കുന്നു എന്നുള്ള വ്യത്യാസമല്ലാതെ ജനങ്ങൾ പണ്ടും ഇന്നും ഒരുപോലെ തന്നെയാണ്. പിന്നെ സ്കൂൾ തലങ്ങളില് ആദ്യം ഇവിടെ പലരും ചൂണ്ടിക്കാട്ടിയതുപോലെ കുറെ ഡിജിറ്റൽ മീഡിയ വർക്ക്ഷോപ്പുകൾ, ഇതിനകത്തെ ഒരു സാക്ഷരത എങ്ങനെയാണ്, ഇതിനകത്ത് മോശം പ്രവണതകളെ എങ്ങനെ നമുക്ക് നിരോധിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പൊതുജീവിതത്തിൽ ഇടപെടുന്ന അതേ രീതി തന്നെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ അതിന്റെ അനോണിമിറ്റി അല്ലെങ്കിൽ അതിന്റെ അപരിചിതത്വം ഒരു അതിനെ മുതലെടുക്കാൻ സാഹചര്യം ഒരുക്കാതിരിക്കാനും നമുക്ക് സാധിക്കും. അത് ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക. അതിൽ പ്രത്യേകിച്ച് മാധ്യമങ്ങൾ, മുഖ്യധാരാ മാധ്യമങ്ങളാണ് ഈ ഭീതിപൂർണമായ സമീപനം മാറ്റേണ്ടത്. നേരത്തെ ഡോക്ടർ അഫ്സാർ മുഹമ്മദ് താങ്കളും പറഞ്ഞത് തന്നെയാണ്, ഒരു അവബോധം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ ഫേസ്ബുക്കിൻ്റെ സൃഷ്ടിപ്പ് നടത്തിയതിന് ശേഷം, അത് വ്യാപകമായതിനു ശേഷം സുക്കർബർഗ് ലോകത്തോട് പറഞ്ഞൊരു സംഗതിയുണ്ട്. ലോകത്തെ കൂടുതൽ തുറന്നതും കൂടുതൽ സൗഹൃദപൂർണവുമാക്കുന്നതായി ആക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതൊരു കമ്പനി ആയിട്ടോ അല്ലെങ്കിൽ ഒരു വ്യവസായമായോ വളർത്തുക എന്നുള്ളതല്ല എന്ന അർത്ഥത്തിൽ. സുക്കർബർഗ് പറഞ്ഞതുപോലെ
സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്, രാജ്യനിവാസികൾക്ക് ഗുണകരമായ രീതിയിൽ പരസ്പര സൗഹൃദം വളർത്തുക എന്നുള്ള നല്ല നന്മ നിറഞ്ഞൊരു ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയെടുത്തൊരു സംവിധാനത്തെ തികച്ചും വിദ്വേഷം വളർത്തുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ആളുകളെ വെളിച്ചത്ത് കൊണ്ടുവരാം. ഞാൻ നേരത്തെ ജിക്കു വർഗീസിനോട് ചോദിച്ചത്, ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ് ഇതിന് ഈ ദൗത്യം ഏറ്റെടുക്കുക? ഇത് നന്മയിലൂടെ കൂടുതൽ സഞ്ചരിപ്പിക്കുവാൻ ആരാണ് നേതൃത്വം കൊടുക്കേണ്ടത്? ഇതിനൊരു വ്യക്തിയോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. ഒരു സ്വബോധമുള്ള ഓരോ സോഷ്യൽ ഉപഭോക്താവും സോഷ്യൽ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന വ്യക്തിക്കും ഇതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഓരോരുത്തരും ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ അതിലൊരു മാറ്റം വരുള്ളൂ. അല്ലാതെ എന്തും കൂടുതൽ തുറക്കുമ്പോൾ അത് രണ്ട് രീതിയിലും ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ സുക്കർബർഗ് പറഞ്ഞ പോലെ ലോകത്തിൻ്റെ മുന്നിൽ തുറന്നു വെക്കുക പറയുമ്പോൾ എന്തും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലും നടക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കിയ ആളുകളെങ്കിലും ഇതിൻ്റെ നല്ല വശവും ചീത്തവശവും വേർതിരിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ എന്ത് ചെയ്യുമ്പോൾ നമുക്ക് പോസ്റ്റുകളിലൂടെയാണ് ചെയ്യാൻ കഴിയുള്ളൂ. അത്തരത്തിലുള്ള പോസ്റ്റുകളും അത്തരത്തിലുള്ള ആശയങ്ങളും പ്രചരിപ്പിക്കുക മാത്രമേ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രായോഗികമായൊരു വഴിയുള്ളൂ. പിന്നെ നിയമം കൊണ്ട് മാത്രം ഇത് പെട്ടെന്ന് മറികടക്കാൻ പറ്റുമെന്നൊരു തെറ്റിദ്ധാരണ എനിക്കില്ല. അതിനേക്കാൾ വലിയ ഒരു നിയമം വന്നാൽ ലംഘിച്ച് അതിനേക്കാൾ വലിയ അക്രമം പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു മീഡിയകളുടെ പൊതുവായൊരു ഓൺലൈൻ മീഡിയകളിൽ ഉപയോഗിക്കുന്ന ഒരു പൊതുവായൊരു നിലപാട്. തിരിച്ചു വരാം താങ്കൾ. ഡോക്ടർ സന്ദേശ്, നമ്മുടെ സാമൂഹിക നിരീക്ഷകരും ശാസ്ത്രജ്ഞരും ഒക്കെ പറയുന്നത് നമ്മുടെ പുതിയ തലമുറ, പ്രത്യേകിച്ചും കുട്ടികൾ, വിദ്യാർത്ഥികൾ സോഷ്യൽ മീഡിയകളിൽ സജീവമായി ഇടപെടുമ്പോൾ സ്വാഭാവികമായും അവർ മറ്റൊരു തരത്തിൽ മാനസികമായ പിരിമുറുക്കത്തിനും അസ്വസ്ഥതകൾക്കും കാരണമാകുന്നു അവരുടെ മനസ്സ് എന്നാണ്. ഇതിൽ നിന്നൊരു പരിഹാരം കാണാൻ ഈ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ പുതുതലമുറയെ സോഷ്യൽ മീഡിയയെ അനുകൂലമായ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോസിറ്റീവായ വിധത്തിൽ അവരെ ഉപയോഗപ്പെടുത്താൻ എന്ത് പോംവഴിയാണ് നമുക്ക് നിർദ്ദേശിക്കാനാവുക? ഏത് വിധത്തിലാണ് ഇവരെ നാം വഴി നടത്തുക? പൊതുവെ ഒരാൾ ഇന്റർനെറ്റിലേക്ക് പോകുമ്പോൾ, ഓൺലൈനിലേക്ക് പോകുമ്പോൾ 3 പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്ന്, അനോണിമിറ്റി. അതായത് എന്നെ അറിയുന്നില്ല, എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എന്റെ ഐഡന്റിറ്റി എനിക്ക് വെളിപ്പെടുത്തിയാൽ മതി. 1. 2, എസ്കേപ്പ് ഫ്രം പ്രോബ്ലംസ്. ജീവിതത്തിലുണ്ടാകുന്ന സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, ഒരു മീഡിയമാണ് നെറ്റായിട്ട് പലരും യൂസ് ചെയ്യുന്നത്. 3, കൺവീനിയൻസ്. നമ്മുടെ ലാപ്ടോപ്പിലൂടെ വേണമെങ്കിൽ നമുക്കിത് കവർ ചെയ്യാം, ഈ ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. ഡോക്ടർ സന്ദേശ്, താങ്കളൊക്കെ തിരിച്ചു വരാം. ടെലിഫോൺ ശബ്ദത്തിൽ ചെറിയ പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നു. ശ്രീ ജിക്കു വർഗീസ്, നമുക്ക് നമ്മുടെ പരിസരത്ത് നിന്നുകൊണ്ട് ഇതിനെ കൂടുതൽ വിശകലനത്തിന് വിധേയമാക്കുമ്പോൾ സ്വന്തം അനുഭവങ്ങളെ അല്ലെങ്കിൽ സ്വന്തം നന്മകളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം, കൂടുതൽ ഒരു പത്രത്തിൽ വരുന്നതിനേക്കാൾ കൂടുതൽ വായനക്കാരെയും അല്ലെങ്കിൽ റീച്ച് കിട്ടുന്ന ഒരു സാഹചര്യം, സോഷ്യൽ മീഡിയകളുടെ ഒരു ഭാവി എന്താണ്? പഴയ കാലത്ത് മെസ്സേജുകളിലൂടെ അല്ലെങ്കിൽ യാഹു മെസ്സഞ്ചർ, MSN മെസ്സഞ്ചർ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഓർക്കുട്ട് വന്നു. ഇപ്പോൾ അത് ഫേസ്ബുക്ക്, ട്വിറ്റർ, യൂട്യൂബ് ഇങ്ങനെയിലെത്തി നിൽക്കുന്നു. ഇത് ഇവിടുന്ന് അപ്പുറത്തേക്കുള്ളൊരു യാത്ര എങ്ങനെയായിരിക്കും താങ്കൾ കാണുക? തീർച്ചയായും ഇനിയുള്ള ഭാവി സോഷ്യൽ മീഡിയയുടെ ഈ ന്യൂ മീഡിയയുടെയും തന്നെയാണെന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം ഇന്നത്തെ ഒരു പത്രം, ഒരു ദിവസം രാവിലെ നമ്മുടെ വീട്ടിൽ വരുന്ന പത്രം മുഴുവനായി വായിക്കാനോ ഒരു അരമണിക്കൂർ നീളമുള്ള ഒരു TV ബുള്ളറ്റിൻ പോലും കാണാനുള്ള സമയക്കുറവ് നമുക്ക് ഇപ്പോൾ നിലവിലുണ്ട്. അതിന് പരിഹാരം എന്നോണം നമുക്ക് ആവശ്യമുള്ള വാർത്ത, പണ്ട് മനുഷ്യൻ വാർത്തയെ തേടി എത്തുന്ന കാലത്ത് നിന്ന് മാറി ഇപ്പോൾ വാർത്ത മനുഷ്യനിലേക്ക് എത്തുന്ന ഒരു കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ടെക്നോളജി അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ നല്ല വശങ്ങളെ കൂടുതലായി പ്രൊജക്ട് ചെയ്തുകൊണ്ട് മാത്രമേ ഈ മോശം പ്രവണതകളെ നമുക്ക് ഒരു പരിധി വരെയെങ്കിലും തടയിടാൻ കഴിയുമെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത്. ശ്രീ അഫ്സാർ സൂചിപ്പിച്ചതുപോലെ ഒത്തിരി വളരെയധികം നല്ല കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ അത് കാണാതെ പോകുന്നു അല്ലെങ്കിൽ മൗനം നടിക്കാറുണ്ടോ എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതുകൊണ്ട് പൊതുസമൂഹത്തിന് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ചിത്രം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ മോശം എന്തോ സാധനമാണ്, ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ വഴിതെറ്റി പോകും എന്നുള്ള ഒരു വളരെ ബാലിശമായ കുറെ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ മാത്രമേ ഇത്തരം വാർത്തകൾ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ സഹായിക്കൂ എന്നാണ് എന്റെ അഭിപ്രായം. ജിക്കു വർഗീസ്, അത്തരം ആശങ്കകൾ ചിലരെയെങ്കിലും ഭരിക്കാൻ കാരണം സോഷ്യൽ മീഡിയകളിൽ ഇത്തരം
മോശമായ വാർത്തകൾ പ്രചരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യുന്ന ആളുകൾക്ക് മുൻതൂക്കമുള്ളത് കൊണ്ടായിരിക്കുകയില്ലേ? തീർച്ചയായും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും കൂടുതൽ വൈറൽ ആവാനുള്ള ഒരു സാധ്യത അതൊരു സോഷ്യൽ മീഡിയയുടെ പൊതുവായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ്. നമ്മൾ പലപ്പോഴും നല്ല ലേഖനങ്ങൾ, പലപ്പോഴും നല്ല കണ്ടന്റുകൾ പലപ്പോഴും ആളുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് ഇതിന്റെ ഒരു ദുര്യോഗം തന്നെയാണ്. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ കാണുമ്പോൾ അത് നെഗറ്റീവ് ആണെന്ന് തിരിച്ചറിയാനുള്ള ഒരു സെൻസ് നമ്മളാണ് ഉണ്ടാക്കുന്നത്. ആരും നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്. കൃത്യമാണ്. തിരിച്ചുവരാം ശ്രീ ജിക്കു വർഗീസ്. ഡോക്ടർ സന്ദേശിലേക്ക് വീണ്ടും പോകേണ്ടതുണ്ട്. ഡോക്ടർ സന്ദേശ്, താങ്കൾ നേരത്തെ പറഞ്ഞു വന്നത് തുടരാം. ടെലിഫോൺ ബന്ധത്തിലുണ്ടായ തകരാറ് മൂലമാണ് സംസാരം ഇടക്ക് നിർത്തേണ്ടി വന്നത്. നമ്മുടെ സാമൂഹിക ശാസ്ത്രജ്ഞരും സാമൂഹിക മനഃശാസ്ത്ര വിദഗ്ധരുമെല്ലാം പുതിയ കാലത്ത് കുട്ടികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സോഷ്യൽ മീഡിയകളിൽ ഏത് വിധത്തിലായിരിക്കണം ഇടപെടേണ്ടത് എന്നതിനെ കുറിച്ചൊരു മാർഗനിർദ്ദേശം നൽകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെയൊക്കെയാണ് താങ്കൾ അതിനൊന്ന് വിശദീകരിക്കുക? ഒന്നാമത് നമുക്ക് ഫസ്റ്റ് ആവശ്യമുള്ള പ്രൈമറി പ്രിവെൻഷൻ, അതായത് പേരൻസിന് ഒരു അവയർനെസ് കൊടുക്കുക. കുട്ടികളെ എങ്ങനെ വളർത്തിക്കൊണ്ട് വരണം, എന്ത് കാര്യങ്ങളെ കുറിച്ചും പേരൻസിനാണ് ഫസ്റ്റ് ടീച്ചേഴ്സ്. അവര് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും എങ്ങനെ ഓൺലൈനിൽ ബിഹേവ് ചെയ്യണം, അതുകൊണ്ടുണ്ടാകുന്ന ചതിക്കുഴികൾ എന്തൊക്കെയാണ്, അതൊക്കെ എന്താണ്, പോസിറ്റീവ് എലമെന്റ്സ് എന്തൊക്കെയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. രണ്ടാമത് നമുക്ക് ഈ പറഞ്ഞ പോലെ മുതിർന്ന ആൾക്കാർക്കും സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കോ മനഃശാസ്ത്രജ്ഞന്മാർക്കോ കുട്ടികൾക്ക് ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവരുടെ എനർജിയെ പോസിറ്റീവായിട്ട് ചാനലൈസ് ചെയ്യാൻ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യാം. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുകയും അത് കറക്റ്റ് ചെയ്യാനും ശ്രമിക്കുക. പിന്നെ വരുന്നൊരു കാരണം ഇപ്പൊ സൈബർ ഒരു സെക്ഷൻ ഉള്ളത് കൊണ്ട് അതൊക്കെ എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എങ്ങനെയുള്ള കുട്ടികളാണ് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ നമുക്കവിടെ നിയമപരമായി തന്നെ അവരെ ഐഡന്റിഫൈ ചെയ്യുകയും അവരെ കറക്റ്റ് ചെയ്യുകയും ചെയ്യാം. അവരെ കുറ്റവാളികളാക്കുകയല്ല, ഐഡന്റിഫൈ ചെയ്ത് പോലീസിന് എളുപ്പത്തിൽ അവരെ ഐഡന്റിഫൈ ചെയ്യാം ആരൊക്കെയാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ്മെന്റ് ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യും. സോഷ്യൽ മീഡിയകളിലെ നല്ല സാധ്യതകളെ ആ വിധത്തിൽ തന്നെ കുഞ്ഞുങ്ങളിലൂടെ നാം പരിപോഷിപ്പിച്ചെടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് എനർജിയെ ചാനലൈസ് ചെയ്യുക, അതാണ് റീഇൻഫോഴ്സ് ചെയ്യാം, അവരെ വീണ്ടും വീണ്ടും അതിലേക്ക് പ്രചോദിപ്പിക്കുക, മുന്നോട്ട് കൊണ്ടുപോകുക. ഡോക്ടർ സന്ദേശ്, തിരിച്ചു വരാം താങ്കളിലേക്ക്. വീണ്ടും ഒരു ഇടവേള. ഡോക്ടർ അബ്സാർ മുഹമ്മദ്, താങ്കൾക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് കൂട്ടിച്ചേർക്കാം. അതോടൊപ്പം ഇന്ത്യ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളുടെ രണ്ടാം സ്ഥാനത്ത്, ലോകത്ത് രണ്ടാം സ്ഥാനത്താണെന്നാണ് എൻ്റെ അറിവ്. തെറ്റുണ്ടെങ്കിൽ തിരുത്തണമെന്ന് പറയുന്നു. അതോടൊപ്പം ഇത്രയും വലിയൊരു വിഭാഗം ആളുകൾ ലോകത്ത്, നമ്മൾ സാധാരണ പറയാറുണ്ട് ഇന്ത്യയും ചൈനയും കഴിഞ്ഞാൽ ജനസംഖ്യാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയാണ് മൂന്നാമത്തെ വലിയ രാജ്യമെന്ന വിധത്തിൽ പോലും പറയാറുണ്ട്. അത്രയും വലിയ ഒരു പങ്കാളിത്തം, ജനകീയ പങ്കാളിത്തമുള്ളൊരു മേഖലയെ നേരത്തെ ജിക്കു വർഗീസും ഡോക്ടർ സന്ദേശും ഒക്കെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് നമ്മൾ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ മാറ്റിയെടുക്കുക? ഇതിൽ നിന്ന് അകന്നു നിന്നുള്ളൊരു സഞ്ചാരം ഇനി അസാധ്യമാണ്. അത് കൂടുതൽ അപകടകാരികൾക്ക് കൂടുതൽ അവസരമൊരുക്കുന്നതിന് തുല്യമായിരിക്കും. നന്മ നിറഞ്ഞ ആളുകളുടെ ഒരു സജീവമായ ഇടപെടൽ എങ്ങനെയാണത് കൂടുതൽ നമ്മൾ സാധ്യമാക്കുക? അത് കൂടുതൽ ഇതിൽ നിന്നും അകന്ന് നിൽക്കുന്നവരെ പോലും ഇതിലേക്ക് കൊണ്ടുവരണം, സോഷ്യൽ മീഡിയകളിലേക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ നല്ലതും ചീത്തതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി അതിലിടപെടാനുള്ളൊരു സാഹചര്യം ഒരുക്കണം. അങ്ങനെ അപ്പോൾ ഒരു നന്മയുടെ ആൾക്കാർ കൂടുതൽ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിലൊരു ഒരു മാറ്റങ്ങൾ വരും. പിന്നെ ഇപ്പോൾ കുട്ടികൾ ഇടപെടുന്ന ഒരു സംഭവം പറഞ്ഞപ്പോൾ ഇപ്പോൾ അടുത്തുണ്ടായൊരു സംഭവമാണ്. ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ വേറൊരു കുട്ടീനെ കൊണ്ട് പോസ്റ്റ് ഇടിപ്പിച്ചു, ആദരാഞ്ജലികൾ, അകാലത്തിൽ പൊലിഞ്ഞു പോയതിന് ആദരാഞ്ജലികൾ എന്നിട്ട് അവൻ്റെ വാളിലൊരു പോസ്റ്റ് ഇടിപ്പിച്ചു. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടവരൊക്കെ എന്താണ് സംഭവം എന്ന് വെച്ച് വിളിച്ച് ആകതായപ്പോൾ സംഭവമൊന്നുമില്ല, ഈ വ്യക്തി തന്നെയാണ് പറഞ്ഞ് എൻ്റെ ഫേസ്ബുക്ക് വാളിൽ ഒരു പോസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് എത്ര ലൈക്കും എത്ര കമൻറ്റും കിട്ടുമെന്ന് നോക്കാമല്ലോ എന്ന്. പക്ഷേ ഇതൊക്കെ വളരെ ആ ഒരു കുട്ടിയെ സ്നേഹിക്കുന്നവർ പോലും ഇത് ശരിക്കും ഷോക്കാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയത്. അത് ശരിക്കും എങ്ങനെ ഇത് ഉപയോഗിക്കണം എന്ന് അറിയാത്തതിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു ഉദാഹരണമാണ്. ശ്രീ ജിക്കു വർഗീസ്, എത്ര ലൈക്ക് കിട്ടും, ആരൊക്കെ കമന്റ് ചെയ്യും, എത്ര കമന്റ് അടിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു ഫേസ്ബുക്കിൽ വരുന്ന ചിലരുടെയെങ്കിലും പോസ്റ്റുകൾ അതിനു വേണ്ടിയിട്ട് മാത്രമാകുന്നു. താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സാക്ഷരത ഈ വിഷയത്തിൽ എങ്ങനെയാണ് സാധ്യമാവുക? നമ്മുടെ ഫേസ്ബുക്ക് ഉപഭോക്താക്കൾക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകളുടെ ഒരു സാക്ഷരത ഉണ്ടാക്കിയെടുക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്?
സാക്ഷരത ഉണ്ടാക്കാൻ പ്രധാനമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാധ്യമങ്ങൾക്ക് തന്നെയാണ് ഒന്നാം പങ്ക്. രണ്ടാമത്തെ വീട്ടില് അതിന്റെ പേരൻസ് ഈ പലപ്പോഴും നമ്മൾ സംഭവിക്കുന്നത് കുട്ടികൾക്ക് പലപ്പോഴും ഈ ഒരു രംഗത്തേക്ക് ആദ്യം എത്തുമ്പോൾ ഒരു അമ്പരപ്പാണ്. ചുറ്റുമുള്ളവരെ പലരെയും പരിചയമില്ല, നമ്മളെ ആരും അറിയില്ല എന്നൊരു വിശ്വാസം. അപ്പോൾ നമുക്ക് എന്തും കാണിക്കാം, ആരുടെ മുന്നിൽ എന്തും ചെയ്യാം എന്നുള്ള ഒരു സ്വകാര്യത നമുക്ക് കിട്ടുമ്പോൾ അത് ഒരുപക്ഷെ അത് സാങ്കേതിക വിദ്യയുടെ കുഴപ്പമായിട്ടല്ല ഞാൻ പറയുന്നത്. കാരണം പണ്ട് കുളിക്കടവിൽ ഒളിഞ്ഞു നോക്കുന്ന അതേ ഒരു പ്രവണത ഇന്ന് പുതിയൊരു രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെല്ലാം തടയിടാൻ നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു പൊതുബോധം ഇതിലേക്കും, ഇതും ഒരു ജനത്തിന്റെ മാധ്യമമാണ്, ജനകീയ മാധ്യമമാണെന്നുള്ള തിരിച്ചറിവാണ് ആദ്യം ഉണ്ടാകുന്നത്. ശ്രീ ജിക്കു വർഗീസ്, നമ്മൾ അങ്ങനെ സാമാന്യവൽക്കരിക്കുന്നത് ശരിയാണോ? പണ്ട് കുളക്കടവിൽ ഒളിഞ്ഞു നോക്കിയിരുന്ന നിരുപദ്രവകരമായ സംഗതിയെ ഇന്ന് ഫേസ്ബുക്കിൽ വരുന്ന ഒരു അപകടകരമായ ഒരു പോസ്റ്റിനോട് തുലനം ചെയ്യുന്നത് അത് അത്ര നീതിയുക്തമാണോ? അങ്ങനെ ഞാൻ സാമാന്യവൽക്കരിച്ച് പറയുന്നതല്ല. പക്ഷെ പലപ്പോഴും പല പഴയ രീതികൾ ഇന്നും പിന്തുടരുന്നുണ്ട്. ഇന്ന് നമ്മുടെ കയ്യിൽ പുതിയ ടെക്നോളജികൾ ഉള്ളതുകൊണ്ട് അതിന്റെ തോത് കൂടുന്നു എന്നുള്ളത് മാത്രം. അല്ലാതെ ഇതിനകത്ത് സാങ്കേതിക വിദ്യ എപ്പോഴും ന്യൂട്രലാണ്. നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. ശ്രീ ജിക്കു വർഗീസ്, അത് തന്നെയാണ്. ഈ സാങ്കേതിക വിദ്യ ഇത്രമാത്രം വൈപുല്യം നേടിയപ്പോഴും വികാസം പ്രാപിച്ചപ്പോഴും തൊട്ടടുത്ത വീട്ടിൽ നിൽക്കുന്നവനെ പോലും ഫേസ്ബുക്കിലൂടെ സുഹൃത്താക്കുക, ഫിസിക്കലായിട്ട് അവനോട് ഒന്ന് മുണ്ടാനോ സംസാരിക്കാനോ പോലും നമുക്ക് സമയം കിട്ടാതിരിക്കുക, ഇങ്ങനെയുള്ളൊരു വലിയ ദുരന്തവും ഒരു ദുരവസ്ഥയും ഇതിന്റെ പിറകിൽ ചതിക്കുഴിയായി കിടക്കുന്നില്ലേ? തീർച്ചയായും ദുരവസ്ഥ ഉണ്ടാകാം. പക്ഷെ അതിനൊരു സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു സെന്ററിൽ നിന്ന് അതിനെ ചിന്തിക്കുന്നതല്ല ശരി. കാരണം അത് സോഷ്യൽ മീഡിയയുടെ പ്രശ്നമല്ല. അത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിന്നുകൊണ്ട് എത്രയോ ആളുകൾ ബാക്കിയുള്ള ആളുകളുമായിട്ട് പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കിയവരുണ്ട്. കാരണം നമ്മൾ രണ്ട് വശങ്ങളും ഉണ്ടെന്ന് ചിന്തിക്കണം. അതുകൊണ്ട് ഈ രീതിയിൽ അതിന്റെ നല്ല വശങ്ങളെ കൂടെ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. അതാണ്, നല്ല വശങ്ങൾ തന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുകയും വേണം. ഡോക്ടർ സന്ദേശ്, നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ അല്ലെങ്കിൽ പുതിയ തലമുറക്കിടയിൽ പുതിയ സൗഹൃദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്ന ഒരു ഗുണപരമായ വശം നിലനിൽക്കുമ്പോഴും സോഷ്യൽ മീഡിയകൾ പുതിയ സൗഹൃദങ്ങളെ തേടി പോകുമ്പോൾ അടുത്തുള്ള സൗഹൃദങ്ങളെ വിസ്മരിക്കുന്ന ഒരു ദുരവസ്ഥ അങ്ങനെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അത് നെറ്റിൽ പോലും നമുക്ക് കാണാൻ പറ്റും, മൊബൈലിൽ അതേ ബിഹേവിയർ കാണാൻ പറ്റും. അടുത്തടുത്ത് നിൽക്കുന്ന രണ്ടുപേര് ഫുൾ ടൈം മൊബൈലിൽ കൂടെ നെറ്റിൽ കൂടെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും, ഫേസ്ബുക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാൻ പറ്റും. ഫ്രണ്ട്സ് വട്ടം കൂടി ഇരുന്ന് വർത്താനം പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഓരോരുത്തരും ഫേസ്ബുക്കിലേക്ക് പോകുന്നു. അവരവരുടെ ഒരു സ്വകാര്യതകളിലേക്കോ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ലൈഫിലേക്ക് അവർ പോവുകയാണ്, സൈബർ വേൾഡിലേക്ക് പോവുകയാണ്. അവരൊരു റിയൽ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. പലരും ഇത് വരുന്നതുകൊണ്ട് അവർക്ക് ഉറക്കത്തിന് പ്രശ്നം ഉണ്ടാവുന്നുണ്ട്, സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് വരുന്നുണ്ട്, പഠനത്തിനെ ബാധിക്കുന്നുണ്ട്. കാരണം എത്രയോ മണിക്കൂറുകൾ ഇതിലേക്ക് പോയിരുന്നു. ഓരോ പ്രാവശ്യം ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ലൈക്ക് വന്നു ഇതൊക്കെ അറിയാൻ വേണ്ടി ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പഠനത്തിനെ ബാധിക്കുന്നു, കുടുംബ ബന്ധങ്ങളെ ബാധിക്കുന്നു, സുഹൃത്ത് ബന്ധങ്ങളെ ബാധിക്കുന്നു, ഉറക്കത്തിനെ ബാധിക്കുന്നു. അതാണ് ഡോക്ടർ സന്ദേശ്, ഈ കുട്ടികളുടെ പഠനത്തെ ബാധിക്കുന്നു, കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്നു, സുഹൃത്ത് ബന്ധങ്ങളെ ഇല്ലാതാക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ചില അപായങ്ങൾ ഇതിനകത്തുണ്ടാകുമ്പോൾ ഇതിനെ എങ്ങനെയാണ് നാം ഒന്ന് പരിവർത്തിപ്പിച്ചെടുക്കുക? ഇതിൽ നിന്ന് മാറി നടക്കുക, വഴിമാറി നടക്കുക അസാധ്യമാണ്. കാര്യം ഒരു സംസ്കാരമായി നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ ഇടയിൽ വളർന്നു കഴിഞ്ഞു. ഇതിൽ നിന്ന് വഴിമാറി നടക്കുക എന്നുള്ളത് അസംഭവ്യമാണ്, അസാധ്യമാണ്. സ്വാഭാവികമായും ഇതിനെ നമ്മുടെ വഴിയിലേക്ക്, നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും സാധ്യമായ മാർഗങ്ങൾ എന്താണ് താങ്കൾ പറയുക? കുട്ടികളെ ബേസിക്കലി നമ്മൾ സോഷ്യൽ മീഡിയ എന്നല്ല ഏത് കാര്യത്തിലും അവരുടെ ചില ലൈഫ് സ്കിൽ ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. ജീവിതത്തിലെ ഓരോ സംഭവങ്ങളെയും എങ്ങനെ നേരിടണം, ഒരാളോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, മാന്യമായി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നെഗറ്റീവായിട്ട് എങ്ങനെ വരാം, നെഗറ്റീവായിട്ട് കമ്മ്യൂണിക്കേഷൻ വന്നാൽ എങ്ങനെ അസർട്ടീവായിട്ട് നോ എന്ന് പറയേണ്ടടുത്ത് പറയണം, ഇത് പഠിപ്പിച്ചു കൊടുക്കാം. 2, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. ഒരാള് അവരെ പോക്ക് ചെയ്ത് അല്ലെങ്കിൽ മോശമായ രീതിയിൽ എന്തെങ്കിലും ഒരു സാധനം വന്നാൽ എങ്ങനെ അപ്രോപ്രിയേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യണം, ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ട് എങ്ങനെ ഓരോ കാര്യങ്ങളെ കാണാൻ പറ്റും, നെഗറ്റീവായിട്ടല്ല പോസിറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് എങ്ങനെ ചാനലൈസ് ചെയ്യാം. ക്രിട്ടിക്കൽ തിങ്കിങ്, ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെ ലൈഫ് സ്കിൽ ട്രെയിനിങ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് സോഷ്യൽ മീഡിയയുടെ കാര്യത്തിലായാലും ശരി, സമൂഹത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും ഇടപെടുന്ന അവസ്ഥയിലും കുട്ടികൾക്ക് അങ്ങനെയുള്ള ലൈഫ് സ്കിൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ തിങ്. 2, പേരന്റിങ്. പേരന്റിംഗിൽ ലേസി ഫെയർ പേരന്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് മക്കളെ അവരുടെ വഴിക്ക് വിടുകയും അച്ഛനമ്മയെ അവരുടെ പുറകെ പോവുകയാണ്. കുട്ടിയെല്ലാം നല്ല കുട്ടിയാണോ, ഭയങ്കര മിടുക്കനാണ്, നെറ്റിൽ ഭയങ്കര സ്മാർട്ടാണ്, അതുകൊണ്ട് അവൻ ഭയങ്കര മിടുക്കനാണ്, പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണ പേരൻസിനുണ്ട്. അത് മാറിയിട്ട് ഒരു ഡെമോക്രാറ്റിക് സ്റ്റൈൽ ഓഫ് പേരന്റിംഗ്, അതായത് കുട്ടികൾക്ക് ആവശ്യമായ നിയന്ത്രണം വേണ്ട നിയന്ത്രണവും
അവരുടെ കഴിവുകളെ പോസിറ്റീവായിട്ട് വിനിയോഗിക്കുന്നിടത്ത് പ്രോത്സാഹനവും കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള പേരന്റിംഗ് സ്റ്റൈലിലൂടെയും കുട്ടികളിലെ ലൈഫ് സ്കിൽ ട്രെയിനിങ് എൻഹാൻസ് ചെയ്യുന്നതിലൂടെയും ആ ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്നതിലൂടെയും അവരെ വളരെ നല്ല രീതിയിലേക്ക് അവരുടെ എനർജിയെ ചാനലൈസ് ചെയ്യാൻ പറ്റും. കൃത്യമാണ്. ഡോക്ടർ സന്ദേശ്, തിരിച്ചു വരാൻ താങ്കളിലേക്ക് വീണ്ടും ഒരു ഇടവേള. ഡോക്ടർ അഫ്സാർ മുഹമ്മദ്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ണൂർ തലശ്ശേരി മുഴപ്പിലങ്ങാട് ബീച്ചിൽ നിന്നുള്ളൊരു വാർത്ത, കേരളം ഞെട്ടലോട് കൂടെ കണ്ട ഒരു വാർത്ത, 11 മാസം മാത്രം പ്രായമുള്ളൊരു കുഞ്ഞിനെ പാരാസെയിലിങ്ങിന് വിധേയമാക്കുന്നു. കുട്ടി കരച്ചിലോട് കരച്ചിൽ, വലിയ ഭയാനകമായ എന്തോ ഒരു സംഗതിയിൽ അകപ്പെട്ടതുപോലെയുള്ള, കേൾക്കുന്നവർക്കും അത് കാണുന്നവർക്കും ബോധ്യപ്പെടും. ഇത് ആ മാതാപിതാക്കൾക്ക് പെട്ടെന്ന് പ്രശസ്തി നേടുവാൻ അവർ സ്വീകരിച്ചൊരു മാർഗമാണ്. ഇത്തരം സംഗതികൾ സോഷ്യൽ മീഡിയകളിലൂടെ പെട്ടെന്ന് വ്യാപിക്കുകയും അങ്ങനെ തങ്ങൾ ലോകമാകെ അറിയപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്ത മറ്റ് തലങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും സുരക്ഷിതത്വം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. നേരത്തെ ഡോക്ടർ സന്തീഷൊക്കെ പറഞ്ഞതുപോലെ, ജിക്കു വർഗീസൊക്കെ പറഞ്ഞതുപോലെ, ഒരു കൃത്യമായ ബോധവൽക്കരണം ഈ മേഖലയിൽ അനിവാര്യമാണ്. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഇതിന് ആര് നേതൃത്വം കൊടുക്കും? ഇതിന് സമൂഹത്തിൽ ഓരോ വ്യക്തിക്കും അതിനുള്ള ബാധ്യത ഉണ്ട്. അല്ലെങ്കിൽ അതല്ലാതെ വേറെ ഒരാളുടെ തലയിൽ വെച്ച് കെട്ടി അത് അയാളുടെ ജോലിയാണ് എന്ന് കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് മാറി നിൽക്കാൻ കഴിയില്ല. മാത്രമല്ല, ഇപ്പോൾ ഈ കണ്ണൂരുണ്ടായ സംഭവം പോലുള്ളതിന് ശരിക്കും കൃത്യമായ ശിക്ഷ നൽകുകയും ചെയ്താൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കുറവ് വരും. കാരണം ഒരു വ്യക്തി സ്വയം ഒരു കോലം കെട്ടി ഫോട്ടോ എടുക്കണ പോലെയല്ല ഒരു ചെറിയ പിഞ്ചു കുഞ്ഞിനെ ഇത്തരത്തിൽ പറത്തിയിട്ടൊക്കെ ഫോട്ടോ അത് വീഡിയോ എടുത്ത് സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ഇടുന്നത്. ഇങ്ങനെ ചെയ്യുന്ന പാരൻസിന് ഈ കേസൊക്കെ ഇപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് ഒന്നും ഉണ്ടാവാൻ പോകണില്ല. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവസാനം ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയാണ്. അതല്ലാതെ അവർക്ക് ഒരു 10 ദിവസമെങ്കിൽ 10 ദിവസം ആ പാരൻസിനെ ജയിലിൽ കിടത്താൻ കഴിഞ്ഞാൽ അത് നിയമവ്യവസ്ഥയുടെ ഒരു വിജയവുമാവും. മാത്രമല്ല, ഇത്തരക്കാർക്കുള്ള ഒരു വലിയ മുന്നറിയിപ്പായിരിക്കും. ശ്രീ ജിക്കു വർഗീസ്, നമുക്ക് ഏകദേശം അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. സൈബർ കുറ്റകൃത്യങ്ങൾക്കകത്ത് ഈ ഫേസ്ബുക്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലും നടത്തുന്ന ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്ന സംഗതികൾ തന്നെയാണോ? യഥാർത്ഥത്തിൽ നമ്മുടെ നിയമ സംവിധാനം വേണ്ടത്ര ഈ വിഷയത്തിൽ അവധാനത കാണിക്കുന്നില്ല എന്നുള്ള ഒരു തോന്നൽ താങ്കൾക്കുണ്ട്? മോശമായ പോസ്റ്റുകൾ ഇടുമ്പോൾ സ്വാഭാവികമായി അവർക്കെതിരെ കേസെടുക്കാൻ, അല്ലെങ്കിൽ അത് സ്വമേധയാ അത്തരം ആളുകൾക്കെതിരെ കേസെടുക്കാനുള്ള ചില പോരായ്മകൾ നമ്മുടെ നിയമഭാഗത്തു നിന്നും നീതിന്യായ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ? അത് പലപ്പോഴും നിയമപരമായിട്ടുള്ള വശം പറയുമ്പോൾ സ്വമേധയാ കേസെടുക്കുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമല്ല. കാരണം എനിക്ക് ഉചിതമെന്ന് തോന്നുന്ന കാര്യം ഒരു പക്ഷേ താങ്കൾക്ക് അനുചിതമാണെന്ന് തോന്നും. അതുകൊണ്ട് ആരുടെ വ്യൂ പോയിന്റിൽ നിന്നാണ് ആ കാര്യത്തെ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് ഒരു പക്ഷേ സർക്കാരുകൾക്കോ അല്ലെങ്കിൽ ഭരണകൂടത്തിനോ ഈ പറയുന്ന വിഷയങ്ങൾ സ്വമേധയാ കേസെടുക്കുക എന്നുള്ള ഓപ്ഷൻ അത്ര പ്രായോഗികമല്ല. ശ്രീ ജിക്കു വർഗീസ്, അതല്ല, നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്ന ചില സംഗതികൾ, ഒരു വ്യക്തിയെ, ഉദാഹരണത്തിന് പിണറായി വിജയനാവട്ടെ, കുഞ്ഞാലിക്കുട്ടിയാവട്ടെ, രമേശ് ചെന്നിത്തലയാവട്ടെ, വ്യക്തിപരമായി ഇവരെ വല്ലാത്ത വിധത്തിൽ അപമാനിക്കുന്ന വിധത്തിലുള്ള ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമന്റുകൾ പോസ്റ്റുകൾ ഇടുക, ഇതൊക്കെ ചെയ്യുമ്പോൾ അതിനെതിരെ കേസുകൾ എടുക്കാതിരിക്കുക അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാതിരിക്കുന്നത് അതിനേക്കാൾ മോശമായ പോസ്റ്റുകൾ വീണ്ടും ഇടാൻ ഇത്തരക്കാരെ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് പ്രോത്സാഹനം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതാവില്ലേ? അതൊരിക്കലും പ്രോത്സാഹനമല്ല, മറിച്ച് ഇന്നത്തെ ഒരു കേരളത്തിലെ സൈബർ സെല്ലിന്റെ ഒക്കെ പ്രവർത്തനം വളരെ ആശ്വാസകരമാണ്. കാരണം 24 മണിക്കൂറിനുള്ളിൽ ഫേസ്ബുക്കിന്റെ ഡയറക്ട് കമ്പനിയിൽ നിന്ന് തന്നെ ഈ സംഭവത്തെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് എത്തുന്ന ഒരു തരത്തിലേക്ക് ഇപ്പൊ നമ്മുടെ സൈബർ സെല്ലിന്റെ പ്രവർത്തനങ്ങൾ മാറിയിട്ടുണ്ട്. കാരണം നമ്മളിവിടെ ഒരു പരാതി ഫയൽ ചെയ്താൽ ഒരിക്കലും അത് നമ്മുടെ സാധാരണ പഴയ നിയമവ്യവസ്ഥയിലുള്ള ഒരു സമീപനമല്ല ഇപ്പോൾ അവർ സ്വീകരിക്കുന്നത്. വളരെ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസുകൾ പല കേസുകളിലും വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അൺഫ്രണ്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു കുട്ടി റിക്വസ്റ്റ് അയച്ചതിനെ അൺഫ്രണ്ട് ചെയ്തതിന് ചൂടുവെള്ളം തലയിൽ ഒഴിച്ച സംഭവങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അശ്ലീലമായ ചിത്രങ്ങൾ അതിന് ഒരു പകരം വീട്ടിൽ എന്നുള്ള നിലയിൽ അയച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം സൈബർ സെല്ലിന്റെ പ്രവർത്തനം വളരെ അനുമോദിക്കേണ്ടത് തന്നെയാണ്. ശ്രീ ജിക്കു, ഞാൻ ചോദിച്ചത് ഇതാണ്, സ്വമേധയാ കേസെടുക്കാനുള്ള ഒരു വകുപ്പ് അല്ലെങ്കിൽ അതിനുള്ളൊരു സാധ്യത ഈ മേഖലയിലില്ലേ? സ്വമേധയാ കേസെടുക്കുക പലപ്പോഴും ഞാൻ പറഞ്ഞ പ്രായോഗികതയുടെ പരിമിതിയുണ്ട്. കാരണം ഒരാൾക്ക് തോന്നുന്നത് മറ്റൊരാൾക്ക് ശരിയാവണമെന്നില്ല. ഒരാൾക്ക് നല്ലതെന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് ശരിയല്ല. ഒരു പാർട്ടിയുടെ പോയിന്റിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അതൊരു പക്ഷേ ശരിയാവാം, മറ്റൊരു പാർട്ടിയുടെ പോയിന്റിൽ ചിന്തിക്കുമ്പോൾ അത് തെറ്റാവാം. ഇപ്പോൾ നമ്മൾ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടെടുത്ത കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ ഏകദേശം അതൊരു വ്യക്തമാകും. പലരുടെയും സമീപനങ്ങൾ സ്വന്തം പാർട്ടി അണികൾക്ക് അതിനെ സംബന്ധിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. പക്ഷേ മറ്റൊരു പാർട്ടിക്ക്
അത് മോശം അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റും ഈ പറയുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗം തന്നെ ആയതുകൊണ്ട് ഒരു എളുപ്പത്തിലൊരു ഇവിടെ നമ്മൾ ഭരിക്കുന്ന ഏകാധിപതികളല്ലല്ലോ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത്. അതുകൊണ്ട് പ്രായോഗിക പരിമിതികൾ തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ മാസീവായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കപ്പെടാനുള്ള നിലവിലുള്ള നിയമങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ നിയമങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും വേണ്ടി ചെയ്യേണ്ടതിന്. അതോടൊപ്പം ശ്രീ ജിക്കു, ഇതിലുള്ള നന്മകളെ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടക്കുന്നു. മിസ്സിംഗ് ആയ ആളുകളെ, കാണാതായ ആളുകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് വിജയം കാണുന്നു. ഒരുപാട് നന്മകൾ, കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരം. ചന്ദ്രലേഖയെ പോലുള്ള വെറും അടുക്കളയിലെ മൂളിപ്പാട്ടുകാരായി മാറേണ്ടിയിരുന്നവർ ലോകപ്രശസ്ത ഗായികരായി മാറുന്ന അവസ്ഥ, ഇതൊക്കെ നമ്മുടെ ഇതിൻ്റെ നന്മകൾ തന്നെയാണ്. സാമൂഹികമായ മുന്നേറ്റങ്ങൾ, വിപ്ലവകരമായ പരിവർത്തനങ്ങൾ, ഇതൊക്കെ ഇതിലെ നന്മകൾ തന്നെയാണ്. ഈ നന്മകളെ കൂടുതൽ പ്രചരിപ്പിക്കുവാനുള്ള ഇടപെടലുകളാവണ്ടേ നമ്മുടെ സമൂഹത്തിൽ നിന്നും, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയകളിലെ ഇടപാടുകാരിൽ നിന്നും ഉണ്ടാവേണ്ടത്? തീർച്ചയായിട്ടും. കാരണം നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ ഒരു പ്രധാന ഗുണമായിട്ട് കാണുന്നത് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്കൊരു ശരിയായ കാഴ്ചപ്പാടിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നു. പണ്ട് നമ്മൾ ഒരു പത്രം വായിക്കുന്നു, ആ പത്രത്തിന്റെ രാഷ്ട്രീയ അജണ്ടയോ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളോ മാത്രമാണ് നമ്മുടെ അഭിപ്രായങ്ങളായിട്ട് രൂപാന്തരപ്പെടുക. പക്ഷേ ഇപ്പോൾ നമ്മളൊരു അഭിപ്രായം അവിടെ ഉന്നയിച്ചാൽ, സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ചാൽ, ആരോഗ്യപരമായ ചർച്ചകളിൽ അതിന് വിവിധങ്ങളായ അഭിപ്രായങ്ങൾ വരികയും വിവിധങ്ങളായ അഭിപ്രായങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ രൂപപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ പല രീതിയിലുള്ള ബ്ലോഗിംഗ് ആയാലും ഈ ചെറിയ കുട്ടികൾക്ക് പോലും ഇതിൽ എഴുതാനും അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള വളരെ ഒരു നല്ല അവസരങ്ങൾ ഇതിനകത്തുണ്ട്. അതാണ് ഏറ്റവും അനുഗുണമായ ചർച്ചകൾ അവസാനിക്കുന്നില്ല. കാര്യം അത്രയും വിശാലമാണ്. ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ വളരെ നന്ദി ശ്രീ ജിക്കു വർഗീസ്. ഡോക്ടർ സന്ദേശ്, താങ്കൾക്ക് പറയാനുള്ളത് കൂട്ടിച്ചേർത്ത് ചർച്ച അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും ജിത്തു പറഞ്ഞതുപോലെ കുട്ടികളുടെ പ്രൊഡക്റ്റീവ് സ്കിൽസിനെ കണ്ടുപിടിക്കുകയും അവരെ ചാനലൈസ് ചെയ്യാൻ ഉള്ള ഒരു മാധ്യമമായി മാറട്ടെ നമ്മുടെ നവമാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലുള്ള ഇന്റർനെറ്റിലോട്ടുള്ള ഓരോന്നും. വളരെ നന്ദി ഡോക്ടർ സന്ദേശ്, പ്രമുഖ മനഃശാസ്ത്രജ്ഞൻ, ഈ വിഷയത്തിൽ ഇടപെട്ടതിനും കാര്യങ്ങൾ വ്യക്തമാക്കിയതിനും. ഡോക്ടർ അഫ്സാർ മുഹമ്മദ്, താങ്കളിലേക്ക് വന്നുകൊണ്ട് നമുക്ക് ചർച്ച പൂർത്തീകരിക്കാം. എന്നോട് ഒരു ചെറിയൊരു കാര്യത്തിൽ വിയോജിപ്പുണ്ട്. കാരണം സൈബർ സെല്ല് വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന അഭിപ്രായം എനിക്കില്ല. കാരണം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ, പ്രവീൺ ശേഖർ എന്നൊരു സുഹൃത്തിൻ്റെ പേരിൽ തന്നെ ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി ഒരാൾ ഇതുപോലെ പല അശ്ലീലങ്ങളും ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിച്ചപ്പോൾ ഞങ്ങൾ പലരും ചേർന്ന് സൈബർ സെല്ലിനെയും മറ്റുമൊക്കെ പരാതി കൊടുത്താണ്. പക്ഷേ ഒരു നടപടിയും ഇതുവരെ ആയിട്ടും ഉണ്ടായിട്ടില്ല. ഏകദേശം ഒരു വർഷത്തോളമായി. ചില കേസുകളിൽ സൈബർ സെല്ല് ഇടപെടുന്നുണ്ടാവും, പക്ഷേ ഒരുപാട് കേസുകളിൽ സൈബർ സെല്ല് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള ഒരു വലിയ സത്യമാണ്. നമുക്ക് ജിക്കുവിൽ നിന്ന് മറുപടി വാങ്ങാൻ അവസരമില്ല. കാര്യം അദ്ദേഹം ടെലിഫോൺ ലൈനിൽ, അതോടൊപ്പം സമയവും അതിക്രമിച്ചിരിക്കുന്നു. ഏതായാലും ഇതിലുള്ള നന്മകളെ നമുക്ക് കൂടുതൽ പ്രചരിപ്പിക്കാം, തിന്മകൾക്കെതിരെ നമുക്ക് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യാം. താങ്കളെ പോലുള്ള ബ്ലോഗർമാർ ഈ വിഷയത്തിൽ ചെയ്യുന്ന സേവനങ്ങൾ ആ അർത്ഥത്തിൽ തന്നെയായിരിക്കും പ്രധാനപ്പെട്ടതാവുക. തീർച്ചയായും ഓരോ വ്യക്തിക്കും ഇതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അതോടൊപ്പം ഞാനടക്കമുള്ള ഓരോ വ്യക്തിയും ഇതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം. ബ്ലോഗിങ്ങിലും എല്ലാം സജീവമായ ഓരോ വ്യക്തിയും ഇത് നെല്ലും പതിരും വേർതിരിച്ച് ഉപയോഗപ്പെടുത്താനുള്ള ഒരു മാനസികാവസ്ഥയും അതിനുള്ളൊരു സൂക്ഷ്മതയും പുലർത്തേണ്ടത് വളരെ വളരെ കൃത്യമാണ്. സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ് ഡോക്ടർ അഫ്സാർ മുഹമ്മദ്. നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. നെയ്യാറ്റിൻകരക്കാരിയായ ഒരു സഹോദരിക്ക് പട്ടാമ്പിക്കാരനായ ഒരു സഹോദരന് തൻ്റെ അവയവം ദാനം നൽകാൻ ജാതിയും മതവും തടസ്സമാകാതിരുന്നത് ഫേസ്ബുക്കിൻ്റെ മഹത്വമായി കണക്കാക്കാം. അടുക്കളയിലെ മൂളിപ്പാട്ടുകാരിയായി തൻ്റെ ജീവിതം അവസാനിക്കേണ്ടിയിരുന്ന ചന്ദ്രലേഖ ലോകമറിയുന്ന ഗായികയായി വളർത്തപ്പെട്ടതും മാറ്റപ്പെട്ടതും ഫേസ്ബുക്കിൻ്റെയും നവമാധ്യമങ്ങളുടെയും സ്വാധീനം തന്നെയാണ്. ഇത്തരം നല്ല കാര്യങ്ങൾ ഫേസ്ബുക്കിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും നടക്കുമ്പോഴും അനഭിലഷണീയമായ, അനാശാസ്യമായ ഒരുപാട് പ്രവണതകളും വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് സങ്കടപ്പെടുത്തേണ്ടതാണ്, ദുഃഖിപ്പിക്കേണ്ടതാണ്. അത്തരം ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കും ഇടവരുത്താതിരിക്കാൻ നവമാധ്യമങ്ങളിൽ സജീവ സാന്നിധ്യമായ നന്മ നിറഞ്ഞ മനസ്സുള്ള ആളുകൾ ശ്രദ്ധിക്കണം എന്നാണ് ലീഡ് സ്റ്റോറിക്ക് പറയാനുള്ളത്. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ അഫ്സാർ മുഹമ്മദ്, പ്രമുഖ മനഃശാസ്ത്രജ്ഞൻ ഡോക്ടർ സന്ദേശ്, സോഷ്യൽ മീഡിയയിലെ സജീവ സാന്നിധ്യമായ ശ്രീ ജിക്കു വർഗീസ്, എല്ലാവർക്കും നന്ദി. ലീഡ് സ്റ്റോറി ഇന്നത്തേത് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റു വിഷയവും പുതിയ അതിഥികളുമായി വീണ്ടും കാണാം. നമസ്കാരം.